ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്മോൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷേ ഒരു ചെറിയ, അതായത് ഒരു ദിവസത്തിലുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം, അത്രേ ഉള്ളൂ. നോർമലി ഒരു 6:30 ആകുമ്പം ഞാൻ എണീക്കും. അതുപോലെ തന്നെ 6:30 ആകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്, ഒന്ന് ഫ്രഷപ്പായിട്ട് താഴത്തോട്ട് വന്നതാണ്. ഇന്നലെ നല്ല മഴയായിരുന്നു നമുക്കിവിടെ. അപ്പം പുറത്തെ വ്യൂ എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാമല്ലോ. അപ്പം ചെറുതായിട്ട് ഇന്ന് ഒരു വെയിലെല്ലാം കാണുന്നുണ്ട്. വെയിലിങ്ങനെ വന്ന് തുടങ്ങുന്നത്രേ. രാവിലെ ഒരു മുട്ട നിർബന്ധം. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞാനത് വെറുതെ പറഞ്ഞ. ഇടവിട്ട ദിവസങ്ങളിൽ ചില ദിവസങ്ങളിലെല്ലാം കഴിക്കാറുണ്ട്. ജിമ്മിൽ പോകുന്നതുകൊണ്ട് രാവിലെ ഒരു മുട്ട, അല്ലെങ്കിൽ പിന്നെ ഞാൻ പോകുന്ന ടൈമിൽ ജിമ്മിലേക്ക് പോകുന്ന സമയത്ത് ഒരു മുട്ട കഴിക്കാറുണ്ട്. അപ്പം ഇന്ന് രാവിലെ തന്നെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാനത് ബോയിൽ ചെയ്ത് വെക്കുന്നതാണ്. ഇനിയിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോന് കൊണ്ടുപോകാനുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ്. അതായത് ഞാനിവിടുന്ന് ചോറ് സ്കൂളിലുണ്ടാവും, അപ്പം ഞാനിവിടുന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടും അവനെ കൊണ്ടുപോകാനായിട്ട്. ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബുൾസയോ അങ്ങനെ മുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് കൊടുത്തു വിടാറുണ്ട്. പിന്നെ ബുൾസയാണ് കൊടുത്തു വിടുന്നത്. ഫുഡിൻ്റെ പ്രിപ്പറേഷൻ നമ്മളങ്ങനെ വെള്ളം കോരി എടുക്കാറാണ് കിണറ്റിൽ നിന്ന്. അതല്ലാണ്ട് പൈപ്പ് വെള്ളം അങ്ങനെ യൂസ് ചെയ്യലില്ല. അപ്പം ഞാൻ രാവിലെ ഒരു 2 ബക്കറ്റ് വെള്ളം കോരാറാണ് ചെയ്യൽ ഈ ഫുഡ് ഉണ്ടാക്കേണ്ട കാര്യത്തിന്. അപ്പം അങ്ങനെ 2 ബക്കറ്റ് കോരാറുണ്ട് രാവിലെ. അതൊരു എക്സസൈസും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ നല്ല ഫ്രഷ് വാട്ടറുമാണ്. പിന്നെ നമ്മൾ ഈ പൈപ്പ് യൂസ് ചെയ്യുന്ന കിണറൊന്നും ഇല്ലാത്ത ആൾക്കാർ ഓക്കെ, അല്ലാണ്ട് കിണറും വെച്ചിട്ട് നമ്മൾ ഈ പൈപ്പ് വെള്ളത്തിൽ ഫുഡ് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യൽ എപ്പോഴും. രാവിലെ ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ മോൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മോൻ ഓക്കെ ഓട്സ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പാലെല്ലാം ചേർത്തിട്ട് നമ്മൾ ഓട്സ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മധുരമെല്ലാം ഇട്ട് കൊടുത്താൽ ആൾ കുടിച്ചോളും. ഒരു പായസം പോലെ ഉണ്ടാകുന്നതുകൊണ്ട് അവനത് ഇഷ്ടമാണ്. അപ്പോൾ അവനത് കുടിക്കും. അപ്പോൾ ഞാനിന്ന് ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് നമ്മളെ സഫോള ഓട്സ് ആണ്, സാദാ ഓട്സ്. ഒരു ഗ്ലാസ് പാലെടുക്കും. ആ പാലിൽ നമ്മൾ അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ച് ഒരു 2-3 സ്പൂണ് ഓട്സ് എടുത്തിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് ചെയ്യൽ. അതിൽ കുറച്ച് ഉപ്പിടും, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. അപ്പം ഞാൻ പഞ്ചസാര ഇടാറില്ല. അപ്പോൾ അവന് കൊടുക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് കൊടുക്കില്ല. അവന് ഈ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ അവൻ എന്നെ തെറി വിളിക്കും. അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇല്ലാണ്ട് കൊടുക്കും. അവന് കുറച്ച് പഞ്ചസാരയിൽ ഇട്ടിട്ട് ഒരു പായസം പോലെ ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ ആൾ കുടിച്ചോളും. അങ്ങനെയാണ് അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. ഇന്ന് പിന്നെ സത്യം പറഞ്ഞാൽ ഒരു ഉഴപ്പൽ ബ്രേക്ക്ഫാസ്റ്റാണ്. കാരണം ആരും ഇല്ലാത്തതുകൊണ്ട്, നമ്മൾ രണ്ടുപേരും മാത്രം ആയതുകൊണ്ട് തന്നെ പരാതിയില്ല. ആരും പരാതിയും പരിഭവവും ഒന്നും പറയാനില്ല. ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും, ഇപ്പം ഞാൻ പറയും മോനെ നമുക്കത് ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടമാണെങ്കിൽ അവൻ ഓക്കെ അമ്മ അത് മതി എന്ന് പറയും. അല്ലെങ്കിൽ പറയാം അയ്യേ ഇതെന്താ നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലേ എന്നെല്ലാം ചോദിക്കും. അതുകൊണ്ട് പിന്നെ വേറെ ആരും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി തിന്നാൻ പറ്റുള്ളൂ. പിന്നെ ഓട്സൊന്നും രാവിലെ ഇവിടെ ആർക്കും പോകില്ല. അതായത് എല്ലാവർക്കും മറ്റേ ദോശ, ചപ്പാത്തി, പിന്നെ പുട്ട്, കടല ഇങ്ങനത്തെ എല്ലാം ആവശ്യമുണ്ട്. അപ്പം ആരും ഇല്ലാത്ത സമയത്ത് നമ്മളിങ്ങനത്തെ കുറച്ച് മോഡേൺ ബ്രേക്ക്ഫാസ്റ്റെല്ലാം ട്രൈ ചെയ്യലുണ്ട്. പിന്നെ വെയിറ്റ് കൂടുതലായ സമയത്ത് ഞാനൊരു ടൈമിൽ ഇതുതന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. രാവിലെ മുത്താറി, ഈ ഓട്സ്, പിന്നെ എഗ് വൈറ്റ് അങ്ങനെയെല്ലാം കഴിച്ച ടൈം ഉണ്ടായിട്ടുണ്ട് വെയിറ്റ് ഓവർ ആയതുകൊണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. മോനിത് അങ്ങനെ വല്ലപ്പോഴൊക്കെ കുടിക്കാറുണ്ട്. ഇതേപോലെ പഞ്ചസാര ഇട്ടിട്ട് പായസം പോലെ ആക്കി കൊടുത്താൽ അവൻ ഓക്കെയാണ്. അങ്ങനെ ഇതൊരു 3 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. അതായത് കഴിഞ്ഞ ഒരു 3 ദിവസം മുന്നേ. അത് ഇടാൻ ഇത്രയും ലേറ്റ് ആയത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ വഴിയേ പറയാം കേട്ടോ. മോൻ എന്നെ 2 ദിവസം വെള്ളം കുടിപ്പിച്ചൊരു കഥയുണ്ട്, അത് ഞാൻ വഴിയേ പറയാം. രാവിലെ എഴുന്നേറ്റിട്ട് മേലേന്ന് ഫ്രഷായി വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ പുറത്തിറങ്ങിയിട്ട് ആദ്യം നോക്കുന്നത് പത്രത്തിനായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ദിവസത്തെ എന്തെല്ലാം കാര്യങ്ങളല്ലേ കഴിഞ്ഞ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാനായിട്ട്, എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടും പത്രമാണല്ലോ. അപ്പം അങ്ങനെ പത്രം കുറച്ച് സമയം നോക്കിയിരിക്കും. അപ്പോൾ ആ ടൈമിലാണ് മോൻ എണീച്ചിട്ട് വരുന്നുണ്ടാകുക. അപ്പോൾ ഓൻ എണീച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം ഓൻ്റെ കൂടെ വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ കുറച്ച് സമയം പുറത്തിരിക്കും. അങ്ങനെ നമ്മൾ രണ്ടാളും കുറച്ച് സൊറയെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാടാ കുറച്ച് സമയം. അവനിങ്ങനെ വെറുതെ ഇരിക്കുന്ന കാണുമ്പോൾ ഞാൻ അവനെ ഇങ്ങനെ ചൊറിയും. അപ്പോൾ പിന്നെ അവൻ കയറി മാന്തും. ഇതെല്ലാം നമ്മളെ മെയിൻ പരിപാടി. അപ്പോൾ ഞാനിങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അവനെ. അപ്പോൾ അവന് ദേഷ്യം പിടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അമ്മ വയറ് വേദന എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇവന് സ്ഥിരമായിട്ടുള്ള ഉടായിപ്പാണ്. സ്കൂളിൽ പോകാണ്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയും. രാവിലെ തന്നെ എണീച്ച് വന്നിട്ട് എനിക്ക് ആട വേദന ഇവിടെ വേദന എല്ലാം പറയും. ഇടയ്ക്കൊരു പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഞാൻ വിചാരിച്ചു അതേപോലെ പറഞ്ഞായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിൻ്റെ ഉടായിപ്പ് പോട്ടെ, നിൻ്റെ പരിപാടിയൊന്നും നടക്കില്ല, നീ എന്തായാലും സ്കൂളിൽ പോകണം, ഇന്ന് ലീവാക്കാനൊന്നും പറ്റില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് ഞാനതങ്ങ് വിട്ട്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവൻ വീണ്ടും പറയുന്നുണ്ട് അമ്മ നല്ല വേദനയുണ്ട്, പിന്നെ അമ്മ എനിക്ക് പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞു. പിന്നെയും ഞാൻ വെച്ചു ഇപ്പം പിന്നെയും ഉടായിപ്പ് ഇറക്കുന്നതായിരിക്കും എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അച്ഛനും ഇവിടെ ഇല്ല, അപ്പം ഞാൻ എന്ത് വന്നാലും ലീവാക്കും, ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ അമ്മമാരെ പെട്ടെന്ന് ഇവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവൻ എന്നെ സോപ്പിട്ട് കാര്യം നേടാമെന്നെല്ലാം വിചാരിച്ചാൽ ഞാനങ്ങ് വിചാരിച്ച് ഞാൻ വിട്ട്. അപ്പം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര കരച്ചിലായി പിഴിച്ചിലായി. അങ്ങനെ ഞാൻ അവനെ സമാധാനിപ്പിച്ച് കുഴപ്പമില്ല നീ എന്നാൽ പോയി കിടക്ക്, നമുക്ക് നോക്കാം, വേറെ വേറെ കുറയുകയാണെങ്കിൽ സ്കൂളിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ലീവാക്കാം എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ട് ഞാൻ അവനെ കൊണ്ടുപോയി കിടത്തി. അപ്പോൾ അവനങ്ങനെ പോയി കിടന്നു. അങ്ങനെ ഞാൻ വന്ന് എനിക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി.
അപ്പോൾ ഞാൻ ഓട്സിൽ കുറച്ച് പഴമൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മോൻ അവിടെ കിടക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, അവനെ എഴുന്നേറ്റിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ ഈ ഓട്സും മുട്ടയും നല്ല ഹെൽത്തി ആട്ടോ. ഞാനിത് കഴിച്ചാൽ തന്നെ ഒരു ഉച്ച വരെ ആകുമ്പോഴത്തേക്കും നല്ല ഫില്ലായിട്ട് കിടന്നോളും വയറ്. അങ്ങനെ വിശപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല മെയിനായിട്ട്. അപ്പം ഞാനങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടേ. എന്തെല്ലോ ഇങ്ങനെ പറയുന്നുണ്ട്, കുറേ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു അവൻ്റെ അടുത്ത്, എനിക്കിപ്പോൾ വയറുവേദന ഇല്ലേ? അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് വയറുവേദന ഉണ്ടമ്മ, പക്ഷേങ്കിൽ ചെറിയൊരു വേദന കുറവുണ്ട്, ഞാൻ കിടന്നുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, എന്നാലൊരു കാര്യം ചെയ്യ്, നീ പോയി പല്ലെല്ലാം തേക്ക്. ഇവൻ്റെ ഈ സമയത്തുള്ള ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ എനിക്ക് തോന്നി ഇവൻ എന്നെ പറ്റിക്കുന്നതാണോ. അപ്പം ഞാൻ പറഞ്ഞു, എടാ നീ കള്ളവേദന അഭിനയിക്കുന്നതല്ലേ, നീ എന്നെ പറ്റിച്ചിട്ട് ഇന്ന് സ്കൂളിൽ പോകാണ്ടിരിക്കണ്ടേ, അടവിറക്കുന്നതല്ലേ എന്നല്ല ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അല്ല അമ്മ, എനിക്ക് ശരിക്കും വേദനയുണ്ട്, ഞാൻ തമാശ പറയുന്നതല്ല, സീരിയസ്ലി എനിക്ക് വേദനയുണ്ട്. പിന്നെ ഞാൻ സ്കൂളിൽ പോയാൽ ഇപ്പോൾ വേദന എടുത്താൽ എന്താ ചെയ്യുക, ആരാ ഉണ്ടാവുക, അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ്റെ കളി കാണുമ്പോൾ എനിക്കത് തോന്നുന്നുമില്ല, കാരണം ഇവന് പെയിൻ ഉണ്ട് എന്ന്. ഇനിയിപ്പോൾ ചില സമയത്തൊക്കെ ഇവൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന് പെയിൻ ഉണ്ടെങ്കിലും ഇവൻ പെയിൻ ഇല്ലാത്ത പോലെ അഭിനയിക്കും. കാരണം ഞങ്ങൾ കൂടുതലും ഇവൻ പെയിൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയും, ഇതാ ഇപ്പോൾ പോയാൽ ഇഞ്ചക്ഷൻ അടിക്കുക, പെയിൻ ഉണ്ടോ സത്യം പറ, ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ അടിക്കും, ഇല്ലെങ്കിൽ ഇഞ്ചക്ഷൻ അടിക്കില്ല എന്ന് പറയും. അപ്പോഴും പറയും, ഇല്ല എനിക്ക് പെയിൻ ഇല്ല എന്ന് പറയും. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അതുകൊണ്ട് ഇവനെ നമുക്ക് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നീ വെറുതെ ഉടായിപ്പല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോഴെല്ലാം ഒന്ന് മൈൻഡ് എന്തെല്ലോ ഇങ്ങോട്ട് പറയുന്നുണ്ട് എന്നോട്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തെല്ലോ ഇങ്ങോട്ട് തമാശയിലായിട്ട് പറയുന്നുണ്ട്, നമുക്കെന്നാ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ഇല്ലതല്ലേ പറയുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആൾ. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ, ദേഷ്യമാണെങ്കിൽ ഭയങ്കര എക്സ്ട്രീമായിട്ട് കാണിക്കും, സങ്കടമാണെങ്കിൽ എക്സ്ട്രീമായിട്ട് കാണിക്കും, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇവനിങ്ങനെ ഒരു കിളിപോയ അവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നി കാര്യം എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി ഒരു ചിക്കൻ ഫ്രൈ, അതായത് പുറത്തുനിന്ന് വാങ്ങിച്ചൊരു ചിക്കൻ ഫ്രൈ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിച്ചത് ഒരു ക്രീം ബണ്ണോ അങ്ങനെ എന്തോ കഴിച്ചിട്ടുണ്ട്, അതാണ് അവൻ ലാസ്റ്റ് കഴിച്ചത്. അപ്പം അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്താണെന്നറിയില്ല. ഈ ഒരു ടൈം കഴിഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൻ ഭയങ്കര ഛർദി, 1-2 പ്രാവശ്യം ഛർദ്ദിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വയറ്റിൽ നിന്ന് പോയി, ഒരു 3 തവണ അങ്ങനെ വയറ്റിൽ നിന്നെല്ലാം പോയി. അപ്പം പിന്നെ എനിക്ക് തോന്നി കാര്യമായിട്ട് എന്തോ സംതിങ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒന്നും കഴിക്കുന്നില്ല അവൻ, പിന്നെ ഒന്നും കഴിച്ചില്ല. അപ്പം ഞാനൊരു മാങ്ങയൊക്കെ മുറിച്ചിട്ട് ഞാൻ വിചാരിച്ചു അതെങ്കിലും കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് അത് കൊടുത്തു. അതും കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൻ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നല്ല രീതിയിൽ വൊമിറ്റ് ചെയ്യാനായപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ചു, ഇങ്ങനെ പറഞ്ഞതല്ലേ, ഒന്ന് പോയി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചിലപ്പോൾ ഇന്നലെ കഴിച്ചതിൻ്റെ ആയിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അവന് കഴിക്കാൻ വേണ്ടി ഒരു ടാബ്ലറ്റ് തന്നു വേദനക്ക്. അപ്പോൾ ഇവൻ അപ്പോഴും വയറ് വേദന എടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് കാര്യമാക്കിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ എന്താ ഇന്നലെ കഴിച്ചതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടാബ്ലറ്റൊക്കെ തന്ന് ഞങ്ങളത് വാങ്ങി വീട്ടിലെത്തി കഴിഞ്ഞ് ടാബ്ലറ്റൊക്കെ അവന് കൊടുത്തു. 1 മണിക്കൂർ വരെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ ഛർദ്ദിച്ചിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭയങ്കര വയറുവേദന എടുത്ത് നല്ല കരച്ചിലായിരുന്നു. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. പിന്നെ കുറച്ച് സമയം കൂടെ ആ ഒരു ടാബ്ലറ്റ് തന്നെ കൊടുത്ത് അവൻ്റെ വേദന കുറച്ചൊന്ന് സമാധാനമായി. പിന്നെ അതാ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇവൻ വേദന, അപ്പോഴത്തേക്ക് നല്ല മഴയെല്ലാമായി. അപ്പം വെച്ച് മോനെ മഴയല്ലേ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പിടിച്ചിരുന്ന്. അപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. ഞാൻ എൻ്റെ എന്താ പറയണ്ടേ, ഉച്ചക്കത്തെ പരിപാടികളൊക്കെ നോക്കുന്നായിരുന്നു. അപ്പോഴത്തേക്ക് ലേറ്റായി, മാക്സിമം ഓൾറെഡി നല്ല ലേറ്റായി ഭക്ഷണമെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ കുറച്ചൊന്ന് സമാധാനമായപ്പോൾ ഞാൻ പിന്നെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. അങ്ങനെ മത്തിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. മത്തി പൊരിക്കാൻ വേണ്ടിയിട്ടും എടുത്ത് വെച്ച്, പിന്നെ കുറച്ച് മുളകിട്ടത് ഇടാൻ വേണ്ടിയിട്ടും കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി എല്ലാം ചെയ്ത് പൊരിക്കാനുള്ളത് അടുപ്പിൽ വെച്ച്, അതിൻ്റെ കൂടെ തന്നെ എന്താണ് കറിക്കുള്ളത് വേറെ തന്നെ മാറ്റി വെച്ച് അതെല്ലാം ഏകദേശം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ മത്തിക്ക് ഈ മഴ സീസൺ ആവുന്ന സമയത്ത് മത്തിയിൽ നല്ല, നമ്മളിവിടെ കണ്ണൂർ അങ്ങോട്ട് എണർ എന്നാണ് പറയുന്നത്, ഇതിൻ്റെ ഉള്ളിലത്തെ മുട്ടയില്ലേ, മത്തീൻ്റെ മുട്ട, പിന്നെ നമ്മൾ ഈ കണ്ണൂരുകാർ എണർ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം നാട്ടിലെന്നാ അതിന് പറയാമെന്നുള്ളത് താഴെ അങ്ങോട്ട് കമൻറ്റ് ചെയ്തോ. അപ്പോൾ അങ്ങനെ എണറെന്ന് പറയും. അപ്പോൾ അങ്ങനെ എണറും ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ എന്താ പറയണ്ടേ, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി ഇങ്ങനെ അടുപ്പത്ത് തിളക്കുന്നുണ്ട്. അപ്പോഴെല്ലാം അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ എനിക്ക് വയറുവേദന എടുക്കുന്നുണ്ട്. ടാബ്ലറ്റ് ഞാൻ പെയിൻ കില്ലർ കൊടുത്തിട്ടുണ്ട്, ഡോക്ടർ തന്നിട്ടുള്ള സൈക്ലോപ്പമ എന്തോ മറ്റോ,
അങ്ങനെ അത് കൊടുത്തിട്ട് ഇവന് വയറുവേദന മാറുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇതാക്കട്ടെ, ഫുഡെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ, അപ്പം നീ അതുവരെ അവിടെ വെയിറ്റ് ചെയ്യ്, നമുക്ക് നോക്കാം വേദന കുറയുന്നുണ്ടോ, അതെല്ലാം ഞാൻ അതിൻ്റെ ഇടയിൽ അവനോട് പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് അവനെ പിന്നെ അവിടെ പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഡൗൺ ആകുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഇതായിട്ടൊരു പനിയും കാര്യങ്ങളെല്ലാം വരുന്ന പോലെ അവനുണ്ട്. അപ്പം ഞാൻ അതിനും പറയുന്നുണ്ട്, നീ ഇപ്പോൾ തൽക്കാലം അവിടെ കിടക്കുക, നമുക്ക് നോക്കാം, ഇപ്പോൾ കാണിച്ച് വന്നിട്ടല്ലേ ഇല്ലൂ, എന്താ മാറ്റം ഉണ്ടോ നോക്കാം, പെട്ടെന്ന് അങ്ങനെ മാറൂലല്ലോ, നമ്മളിപ്പോൾ ടാബ്ലറ്റ് കഴിച്ചിട്ടല്ലേ ഇല്ലൂ, അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട് ഞാനിങ്ങനെ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ വർക്കും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇണർ മത്തീൻ്റെ മുട്ട എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ വറുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ അപ്പുറത്തെ ടോപ്പിക്ക് ഇപ്പുറത്തെ ടോപ്പിക്കുമായിട്ട് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതുമെല്ലാം സെറ്റായി. ഇപ്പോൾ ഏകദേശം ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഫുഡ് ആവേണ്ട ഒരു പരിപാടി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടാമത് പോയി അന്ന് ആ ഡേ ഫുൾ അവിടെ ഹോസ്പിറ്റലായിരുന്നു. ഇവൻ ട്രിപ്പിടാൻ സമ്മതിച്ചില്ല, കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്ത് ഡോക്ടർ വിട്ട്. പിറ്റേ ദിവസം അങ്ങനെ 2 ദിവസം ഞാൻ ഇവനെ കൊണ്ടൊരു കളി കളിച്ചു. ആകെ പെട്ടുപോയൊരവസ്ഥയായിരുന്നു ഗൈസ്. ഇപ്പോൾ ഈ മഴ സമയത്ത് എന്താ പറയുക, കുട്ടികളെല്ലാം വളരെ നമ്മൾ സൂക്ഷിക്കണം. എന്താ വെച്ചാൽ പുറത്തുള്ള ഫുഡും കാര്യങ്ങളും ഒന്നും വാങ്ങിച്ചു കൊടുക്കാണ്ടിരിക്കുന്നത് മാക്സിമം നല്ലത്. നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വാങ്ങിച്ചു കൊടുത്തത്. പിന്നെയെന്ന് പറഞ്ഞാൽ വരേണ്ടത് എന്തായാലും വരും, അത് പറയും. പക്ഷേങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇനി ഞാനൊന്നും പുറത്തുനിന്ന് ഇപ്പോൾ ഈ അടുത്തൊന്നും വാങ്ങിക്കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാര്യം പൊതുവേ അവനങ്ങനെ വലിയ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവലില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ചില സമയത്ത് പിടിക്കാത്തതും ചില അതന്നെ കാലാവസ്ഥേൻ്റെ പ്രശ്നമായിരിക്കും, അറിയില്ല. അപ്പോൾ നിങ്ങളും വളരെ ശ്രദ്ധിക്കുക, മക്കൾക്കൊന്നും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാണ്ടിരിക്കുക, മാക്സിമം വീട്ടിലെ ഫുഡ് തന്നെ കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഈ മഴ സമയത്ത് പനിയും തണുപ്പും ജലദോഷം ഒന്നും വരാണ്ട് തന്നെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ പിള്ളേർക്ക്, അതായത് മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ഇല്ലല്ലേ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. അതുപോലെ ഈ 2-3 മാസം മുന്നേ ഒരു വാർത്ത കണ്ടില്ലായിരുന്നു, ഒരു കുഞ്ഞു വാവേന, ഒരു മോന 1.5 വയസ്സെങ്ങാണ്ടുള്ള ഒരു മോന, ഒരു അമ്മയും രണ്ടാനച്ഛനും ചേർന്നിട്ട് മക്കളെ എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള 2-3 ദിവസം വല്ലാത്തൊരു വിഷമമായിരുന്നു. മാനസികമായിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. ഒരു ചെറിയ മോനോട് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ച്. മഴയത്ത് പുറത്തൊന്നും വിടാണ്ട് ജലദോഷം പനിയൊന്നും വരാണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക മക്കളെ. അതൊക്കെ തന്നെ ഉള്ളൂ പറയാനായിട്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.